ഹലോ അപ്പോൾ നമുക്കിന്നൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. പൊറോട്ടേൻ്റെ കൂടെ ആയിക്കോട്ടെ, നെയ്ച്ചോറിൻ്റെ കൂടെ ആയിക്കോട്ടെ, ചപ്പാത്തീൻ്റെ കൂടെ ആയിക്കോട്ടെ, ഒക്കെ അടിപൊളിയാട്ടോ, നല്ല രസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 ഉള്ളി ഞാൻ നൈസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 തക്കാളി നൈസായിട്ട് അരിഞ്ഞതും, മല്ലിച്ചപ്പ്, പുതിന, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ആദ്യം നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ 5 ഉള്ളി എടുത്ത് പറഞ്ഞില്ലേ, അത് മൊത്തം വേണ്ട, കുറച്ച് മതി. നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഉള്ളി ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ആഡ് ചെയ്യാം കേട്ടോ, അപ്പോൾ കുറച്ചും കൂടി ഒരു ഫ്ലേവർ ഉണ്ട്. ഞാനിപ്പം ഇവിടെ വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കോട്ടെ, അതുവരെ നന്നായിട്ട് വഴറ്റുക, കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണേ കേട്ടോ. എന്നിട്ട് നമുക്ക് ചിക്കൻ എടുത്തിട്ട്, എൻ്റെ ചിക്കനിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അപ്പം കേക്കിയിട്ടുള്ളത് തന്നെ കൊണ്ട് ഞാൻ ഓരോന്നാക്കി എടുത്തിരുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ അകത്തേക്ക് ഈ ഉള്ളി ഉണ്ടല്ലോ, അതിങ്ങനെ ഒന്ന് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. അധികം പൊടിയൊന്നും വേണ്ട, നമ്മളിപ്പോൾ മിക്സ് ചെയ്യല്ലോ, കുറച്ചൊന്ന്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഈ പൊടികൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ എന്താ വെച്ചാൽ, നമ്മളിപ്പം മസാല ഇടുന്ന സമയത്ത് അതിൽ ഇനിയും പൊടി ഇടും. അപ്പോൾ ഇത് രണ്ടും കൂടി പോകണ്ട. അപ്പോൾ ഒരു പാകം നോക്കിയിട്ട് കുറച്ചാക്കിയിട്ടിട്ടാൽ മതി. എന്നിട്ട് നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്യാം. മാക്സിമം കൈ ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. നമ്മൾ ഈ ഒരു മസാല ഉണ്ടാക്കുമല്ലോ, അതാവുമ്പോഴത്തേക്കും ഇത് ഫ്രിഡ്ജിൽ കിടന്ന് സെറ്റ് ആയിക്കോളും. ഓക്കെ, ഇനി നമുക്ക് അടുപ്പത്തൊരു പാത്രം വെക്കാം. ഞാനിപ്പോൾ ഒരു ഉരുളി എടുക്കുന്ന അലൂമിനിയത്തിന്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ കേട്ടോ. കാരണം നമ്മൾ തീരെ വെള്ളം ഒഴിക്കാതെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിനെ കൊണ്ട് അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത ഓയിലുണ്ടല്ലോ, അതായത് വെളിച്ചെണ്ണ, അത് ഒഴിച്ച് അതിലേക്ക് കുറച്ചും കൂടി തേങ്ങാ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്, അതിലേക്ക് മാറ്റി വെച്ചാൽ അപ്പോൾ അത്ര ഉള്ളി മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുള്ളി, അതുവരെ നന്നായിട്ട് വഴറ്റുക. കുറച്ച് ഉപ്പിട്ടതിനാൽ വേഗം വഴന്നിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, ഇനി അതിൻ്റെ അകത്തേക്ക് ഈ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഉണ്ടല്ലോ, അതിടുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം, അതായത് നമ്മൾ നല്ല ആ ഉള്ളിയൊക്കെ നല്ല കുഴഞ്ഞ് വരണം, കണ്ടോ, ഈ ഒരു പരിവാകണം. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് എന്താക്കാം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയും പൊടികളാണ് ഞാനിപ്പോൾ ഇടുന്നത്. പൊടികൾ ഇടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ചിക്കനിൽ പൊടി ഇട്ടിട്ടുണ്ട്, അതിനെക്കൊണ്ട് അതൊന്ന് ബാലൻസ് ആവുന്ന രീതിയിലുള്ള അത്ര പൊടി ഇട്ടാൽ മതി. പിന്നെ അതിൽ ഞാനിപ്പോൾ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു സ്പൂണില്ലേ, അതിൽ ഒരു സ്പൂണേ ഇട്ടിട്ടുള്ളൂ, കുറച്ചിട്ടുള്ളൂ, തോന്നിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ പച്ചമണമൊക്കെ മാറി നല്ല എണ്ണ തെളിഞ്ഞ് വരും, അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നാൽ നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴറ്റണം. നമ്മൾ എത്രത്തോളം വഴറ്റുന്നോ ഈ കറിക്ക് നല്ല രസമായിട്ട് വരും കേട്ടോ. നല്ലൊരു ഫ്ലേവർ വരും കറിക്ക്. എന്നിട്ട് തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എൻ്റെ ഫോണിൽ സ്റ്റോറേജ് കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഏട്ടൻ്റെ ഫോണിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ എപ്പോഴോ ചിക്കൻ ഇടുന്ന ക്ലിപ്പ് മിസ്സായിപ്പോയി, സോറി. അപ്പം ഒന്നുമില്ല, ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെക്കുക. എന്നിട്ട് ചിക്കൻ നന്നായിട്ട് വേവിക്കുക. പക്ഷേ ശ്രദ്ധിക്കുക, കാരണം നമ്മൾ തീരെ വെള്ളം ഒഴിക്കാത്തതിനെ കൊണ്ട് അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിക്കുമ്പോൾ തന്നെ ചിക്കനിൽ നിന്നും ഉള്ളിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. എന്നാലും നമ്മളൊരു 10 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ ഒരു വിധമായി വരുന്ന സമയത്ത് കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെയും ഒരു 5-10 മിനിറ്റ് വരെ ഒന്ന് വേവിക്കുക. എന്നിട്ട് നമുക്ക് ഈ കറി, എനിക്ക് നല്ല ഡ്രൈ ആയിട്ടായിരുന്നു വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് എത്രമാത്രം വറ്റിക്കണോ അത്രയും വറ്റിച്ചെടുക്കാം. വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് തുറന്ന് വെക്കാം. തുറന്നിട്ട് നമ്മളിങ്ങനെ തിളയ്ക്കുന്നതിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് പിന്നെയും കുറച്ചും കൂടി കുരുമുളക് പൊടി ഇടുക, മിക്സ് ചെയ്യുക. അങ്ങനെ അപ്പോൾ അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല രസമാച്ചാൽ നല്ല രസം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനും, ഒരു പണിയില്ല. അതിനെക്കൊണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് എൻ്റെ അടുത്ത് കമൻറ്റ് പറയണേ. ഞാൻ ആദ്യമായിട്ട് ആ ഒരു ചിക്കൻ്റെ റെസിപ്പിയൊക്കെ ഇടുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് രസം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം കേട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്ക് ലാസ്റ്റിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കാര്യമൊക്കെ ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ നന്നായിട്ട് പിന്നെയും മിക്സ് ചെയ്യാം. കാരണം അടിയിൽ ഇങ്ങനെ പിടിക്കും, നമുക്കിങ്ങനെ തവീനെ കൊണ്ട് ഇങ്ങനെ ഇളക്കി അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് കുറച്ചും കൂടി ഒരു മല്ലിയില മുകളിൽ കൂടി ഇങ്ങനെ വിതറിയിട്ട് നമുക്ക് അടച്ച് വെക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. സോറി, ഉപ്പൊക്കെ നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇടണം കേട്ടോ. ഞാനിപ്പോൾ ലാസ്റ്റ് നിമിഷം ഉപ്പ് കുറവാണ് തോന്നിയിട്ട് ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും പറയണം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇനിയും വരാം. അതുവരേക്കും ടാറ്റാ, ബൈ, സീ യു.